അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുഹാവാസികളായ യുവാക്കൾ ഉണർന്ന ശേഷം അങ്ങാടിയിൽ പോയി നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ തങ്ങളുടെ കയ്യിലുള്ള നാണയവുമായി കൂട്ടത്തിൽ ഒരാൾ പോവാൻ തീരുമാനിച്ച കാര്യമാണ് കഴിഞ്ഞ ആയത്തിൽ അവസാനമായി പറഞ്ഞത്. അതിനുശേഷം അയാൾ പട്ടണത്തിൽ പോയതും സാധനം വാങ്ങാൻ കടയിൽ ചെന്നപ്പോൾ 300-ലധികം വർഷം പഴക്കമുള്ള നാണയം കൊടുത്തതും അത് കണ്ട് കടക്കാരനും നാട്ടുകാരും അത്ഭുതപ്പെട്ടതും കാര്യം അന്വേഷിച്ചതും നാട്ടുകാർ ഗുഹയിലെത്തിയതും യുവാക്കളെ കണ്ടതും ഈ സംഭവ വിവരണത്തിന്റെ ഭാഗമായി വിവരിക്കുന്നില്ല. മാത്രമല്ല, അവർ ഉണർന്ന കാലത്ത് ആ നാട്ടുകാർ ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും മാറി ഏകദൈവ വിശ്വാസികളായി മാറിയിരുന്നു എന്ന കാര്യവും സൂചിപ്പിക്കുന്നില്ല. അതുപോലെ യുവാക്കൾ ഗുഹയിൽ തന്നെ മരണം വരിച്ചതും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ തുടർന്നു വരുന്ന ആയത്തിൽ ആ നാട്ടുകാർ ഗുഹാവാസികളെ കണ്ടെത്തിയതും അവർക്ക് സംഭവിച്ചത് മനസ്സിലാക്കിയതും അതിലൂടെ പരലോക ജീവിതം എന്നത് ഒരു സംശയവുമില്ലാത്ത സത്യമാണെന്ന് ആ നാട്ടുകാർക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തിയതും യുവാക്കൾ മരണപ്പെട്ട ശേഷം അവരോടുള്ള ആദരവ് എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന കാര്യത്തിൽ നാട്ടുകാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതുമൊക്കെയാണ് പറയുന്നത്. ഈ ആയത്തിലെ വിവരണത്തിൽ നിന്ന് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇന്ന് പഠിക്കുന്ന 21-ാമത്തെ ആയത്തിലാണ് നാട്ടുകാർ ഗുഹാവാസികളെ കണ്ടെത്തുന്നതും തുടർന്നുണ്ടായ സംഭവങ്ങളും വിവരിക്കുന്നത്. വകദാലിക, അപ്രകാരം തന്നെ കഴിഞ്ഞ ആയത്തിൽ നാം അവരെ ഉറക്കിയത് എപ്രകാരം അത്ഭുതമായിരുന്നോ അപ്രകാരം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ എപ്രകാരം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അത്ഭുതമായിരുന്നുവോ അപ്രകാരം ആയസർന അലൈഹിം, നാം അവരെ കാണിച്ചു കൊടുത്തു. അപ്രതീക്ഷിതമായി ഒരു കാര്യം കണ്ടെത്തുന്നതിന് അസറ അലേഹി എന്ന് പറയുന്നു. ആസറ എന്നാൽ കാണിച്ചു കൊടുത്തു എന്നാണ്. ഇവിടെ ഗുഹാവാസികളെ നാട്ടുകാർക്ക് അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലി യാലമു, അവർ അറിയുന്നതിനു വേണ്ടി, നാട്ടുകാർ മനസ്സിലാക്കുന്നതിനു വേണ്ടി. 300-ലധികം വർഷങ്ങൾക്ക് മുമ്പുള്ള വെള്ളി നാണയവുമായി സാധനം വാങ്ങാൻ അങ്ങാടിയിൽ വന്ന ആളോട് കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാം വിശദമായി മനസ്സിലാക്കുകയും ഗുഹാവാസികളെ നാട്ടുകാർ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തത് ഇവിടെ പറയുന്നില്ല. പക്ഷേ അവരെ ഉറക്കിയതും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണർത്തിയതും അവർക്ക് ദൃഷ്ടാന്തമായി കൊണ്ടാണ്, അവർ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ്. എന്ത്? അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമായി പുലരുന്നത് തന്നെയാണ് എന്ന്. വ അന്ന സ്സാഅത ലാ റൈബ ഫീഹ, അന്ത്യനാൾ എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് എന്നതും. ആ നാട്ടുകാർ ഏകദൈവ വിശ്വാസികളായിരുന്നുവെങ്കിലും പരലോകത്തിൻ്റെ കാര്യത്തിൽ സംശയമുള്ളവരോ പരലോകത്ത് നിഷേധിക്കുന്നവരോ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അത് മുമ്പ് അവരിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസത്തിൻ്റെ സ്വാധീനം കൊണ്ടാവാം. പരലോകത്തെക്കുറിച്ച് അവരുടെ സംശയവും നിഷേധവും അവർക്കിടയിലുണ്ടായിരുന്ന പരലോകത്തെക്കുറിച്ച തർക്കങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് പരലോകത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നത് ഒരു സംശയവുമില്ലാത്ത വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ദൃഷ്ടാന്തം കൂടിയായിട്ടാണ് യുവാക്കളെ കുറെ കാലം ഉറക്കിയ ശേഷം ഉണർത്തിയതും അത് ഇവർക്ക് കാണിച്ചു കൊടുത്തതും എന്നാണ്. ലിയാലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കുന്നതിനു വേണ്ടി. വ അന്ന സ്സാഅത ലാ റൈബ ഫീഹ, അതുപോലെ അന്ത്യനാൾ എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് എന്നും അവർ മനസ്സിലാക്കുന്നതിനു വേണ്ടി എന്ന് പറഞ്ഞതിൻ്റെ ആശയം. ഇത് യതനാസഊന ബൈനഹും അംറഹും, അപ്പോൾ അവർ അവരുടെ കാര്യത്തിൽ തർക്കിക്കുകയായിരുന്നു. നാട്ടുകാർ ഗുഹാവാസികളായ യുവാക്കളുടെ വിഷയത്തിൽ പരസ്പരം തർക്കിക്കുകയായിരുന്നു. ഗുഹാവാസികളുടെ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ നടന്ന പരലോക ചർച്ച, ഗുഹാവാസികൾ ഉറങ്ങുകയായിരുന്നോ അതല്ല മരണപ്പെട്ടതായിരുന്നോ, ഏത് കാലത്താണ് അവർ ഗുഹയിൽ പ്രവേശിച്ചത്, അവരെ എങ്ങനെയാണ് ആദരിക്കുകയും ഉപചരിക്കുകയും ചെയ്യേണ്ടത്, അവർ ജീവിച്ച ഗുഹ എന്തു ചെയ്യണം, അവിടെ ഭിത്തി ഉണ്ടാക്കണോ പള്ളി ഉണ്ടാക്കണോ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലായിരിക്കണം അവർക്കിടയിൽ തർക്കം നടന്നിട്ടുണ്ടാവുക. ഫഖാലു, അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ബനു അലൈഹിം ബുന്യാന, നിങ്ങൾ അവർക്കുമേലെ ഒരു എടുപ്പ്, ഒരു ഭിത്തി ഉണ്ടാക്കുക. റബ്ബുഹും ആലമു ബിഹിം, അവരെക്കുറിച്ച് നന്നായി അറിയുന്നത് അവരുടെ റബ്ബിനാണ്. ഇതാണ് അവരുടെ കൂട്ടത്തിലെ ഒരു വിഭാഗം പറഞ്ഞത്. അതായത് അവരുടെ ഗുഹയെ ഒരു ഭിത്തി ഉണ്ടാക്കി മറച്ചു കളയുക, അവിടെ ഒരു എടുപ്പ് ഉണ്ടാക്കി ആ ഗുഹ മറച്ചു കളയുക, എന്നിട്ട് അവരുടെ കാര്യം അള്ളാഹുവിന് വിടുക. അള്ളാഹുവിനാണ് അവരെക്കുറിച്ച് ശരിയായ വിവരം ഉള്ളത്.
ഗുഹാവാസികളെ ആളുകൾ കണ്ടെത്തിയ ശേഷം യുവാക്കൾ ഗുഹയിൽ പ്രവേശിക്കുകയും അവർ എല്ലാവരും ഒരുമിച്ച് മരിക്കുകയും ചെയ്തുവെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതിനുശേഷമാണ് അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ നാട്ടുകാർക്കിടയിൽ തർക്കമുണ്ടാവുന്നത്. ഖാലല്ലദീന ഗലബു അല അംരിഹിം, എന്നാൽ അവരുടെ കാര്യത്തിൽ മേധാവിത്വം പുലർത്തിയവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഗുഹാവാസികളുടെ വിഷയത്തിൽ മേൽക്കൈ ഉണ്ടായവർ, അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കൂടുതൽ പവറുള്ളവർ, അല്ലെങ്കിൽ ആദ്യത്തെ അഭിപ്രായത്തെ തള്ളിക്കളയാൻ മാത്രം പവറും മേധാവിത്വവും ഉള്ളവർ, അത് നാട്ടിലെ പ്രമാണിമാരും പുരോഹിതന്മാരും നേതാക്കളുമൊക്കെയാകാം, ഭരണാധികാരികളാകാം. അവർ പറഞ്ഞു, എന്താണ് അവർ പറഞ്ഞത്? ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവർക്ക് മീതെ നമുക്കൊരു ആരാധനാലയം, ഒരു പള്ളി തന്നെ നിർമ്മിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഗുഹക്കടുത്ത് ഒരു ആരാധനാലയം പണിതാൽ അവരെക്കുറിച്ച ഓർമ്മകൾ നിലനിർത്താനും അവർക്കൊരു ആദരവായിക്കൊണ്ടുമാണ് പള്ളി നിർമ്മിക്കണമെന്ന് അവർ അഭിപ്രായപ്പെട്ടത്. ഈ അഭിപ്രായം പറഞ്ഞവർ നാട്ടിലെ പ്രധാനികളായിരുന്നത് കൊണ്ട് ആ അഭിപ്രായം നടപ്പിലാക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഗുഹാവാസികളുടെ ഗുഹ എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് തകർന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ളത് അവർ ഉണ്ടാക്കിയ ദേവാലയമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇനി ഗുഹാവാസികളുടെ എണ്ണത്തെക്കുറിച്ച് അവർക്കിടയിലുണ്ടായിരുന്ന തർക്കമാണ് അടുത്ത ആയത്തിൽ വിവരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.